നമ്മുടെ സ്വന്തം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാട്ടോ. കയ്യിൽ വെറും 500 രൂപയുള്ളൂ. അതും കൊണ്ട് നമ്മൾ നേരെ വണ്ടി കയറുന്നത് നമ്മുടെ കണ്ണൂരിലേക്കാണ്. ചെറിയൊരു വൺ ഡേ ട്രിപ്പ്, വലിയ പ്ലാനിങ് ഒന്നുമില്ല. അങ്ങനെ പരിപാടിയും ചായയൊക്കെ കുടിച്ച് നേരെ ട്രെയിൻ ടിക്കറ്റ് എടുത്തുട്ടോ. ഒരു ജനറൽ ടിക്കറ്റിന് വെറും 65 രൂപയുള്ളൂ. പിന്നെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കൂടി ഒരു 130 റുപ്പീസ്. ഞാനും എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് കൂടിയുണ്ട്. അപ്പോൾ അവൾ ആദ്യം പരിചയപ്പെട്ട. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് അജ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പർവയാണ്. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടി കേട്ടോ കണ്ണൂർ വന്നിട്ടുള്ളത്. കണ്ണൂർ സെൻറ്റ് ആഞ്ചലോ ഫോർട്ടാണ് നമ്മൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. ഫുഡ് കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അതൊക്കെ ഇപ്പോൾ ദഹിപ്പിച്ച് കളയാണ്. ഏകദേശം ഒരു 2 കിലോമീറ്ററോളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അങ്ങോട്ടേക്ക് നടക്കാനുണ്ട്. ഫുഡ് മുഖ്യമെങ്കിലേ അപ്പോൾ ആദ്യം ഇറങ്ങിയ പാടെ നമ്മൾ ഫുഡ് കഴിക്കാറ്റാണ് പോയത് നമ്മുടെ കണ്ണൂരുകാരുടെ സ്വന്തം ഹോട്ടൽ ഉണക്ക് ഭാരതിയിലേക്ക്. അവിടുത്തെ സ്പെഷ്യൽ പുട്ടും മട്ടൻ ചാപ്സും ആണ്. ഇവർ ഏകദേശം 50 വർഷത്തോളമായിട്ടോ നമ്മളെ കണ്ണൂരിൽ. ഒരു 150 രൂപയുള്ളൂ കേട്ടോ മട്ടൻ ചാപ്സിന്. നമ്മുടെ പർവി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കപ്പയായിരുന്നു. കപ്പ അവളുടെ ഫേവറേറ്റ് ആണെന്ന് തോന്നുന്നു, പക്ഷേ എനിക്ക് വലിയ താല്പര്യമില്ല. ഫുഡ് കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അതൊക്കെ ഇപ്പോൾ ദഹിപ്പിച്ച് കളയാണ്. ഏകദേശം ഒരു 2 കിലോമീറ്ററോളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അങ്ങോട്ടേക്ക് നടക്കാനുണ്ട്. ഓട്ടോ വിളിച്ചപ്പോൾ അവർ 80 രൂപയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അവിടെ അടുത്തുള്ള ഒരാൾ പറഞ്ഞു ജസ്റ്റ് 30 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എത്തുമല്ലോ, മിനിമം ചാർജേ പറ്റുള്ളൂ എന്നൊക്കെ. പക്ഷെ നമ്മൾ കണ്ണൂരുകാരെ പറ്റിയൊന്നും ഇങ്ങനെയല്ല കേട്ടിട്ടുള്ളത്. കണ്ണൂർ ഇറങ്ങി ഏറ്റവും മോശമായിട്ടൊരു അനുഭവം ഉണ്ടായത് ഓട്ടോക്കാരുടെ ഭാഗത്തുനിന്ന് മാത്രമാണ്. നമ്മുടെ കോഴിക്കോട്ടിലുള്ള ഓട്ടോക്കാരൊന്നും ഇങ്ങനെയല്ല. ചാർജ് 30 പകരം നമുക്കൊരു 50 ഓക്കെ, പക്ഷെ ഒരു 80 രൂപ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കൂടുതലല്ലേ. അപ്പം നമ്മൾ നേരെ നടന്നു കേട്ടോ. ഓൾട്ടർനേറ്റ് ആയിട്ട് ബസ്സിന് പോകാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. സെൻറ്റ് ആഞ്ചലോ ഫോർട്ടിലേക്ക് ജസ്റ്റ് 25 റുപ്പീസ് എൻട്രി ഫീ ആയിരുന്നല്ലോ കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 ടിക്കറ്റും എടുത്ത് നേരെ കയറി.